ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഹണി സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഈ സോപ്പിൽ ഒരു കെമിക്കലും ചേർത്തിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് ഓർഗാനിക് സോപ്പ് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ഓൾ അമർത്താം കേട്ടോ. അപ്പൊ ഞാൻ മീഷോന്ന് ഒരു 500 ഗ്രാമിന്റെ സോപ്പ് ബേസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ആ സോപ്പ് ബേസിന്റെ 1/4 ഭാഗം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് ഉരുക്കാനായിട്ട് പോവാണ് കേട്ടോ. നമ്മളിവിടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് കേട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ സോപ്പ് ബേസിന്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു, ഉരുകി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഹണിയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ 1 സ്പൂൺ തേൻ എടുത്തിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ സോപ്പിന്. തേൻ ചേർക്കുമ്പോ തന്നെ സോപ്പിന് നല്ലൊരു നിറം കിട്ടും കേട്ടോ. അപ്പൊ 1 സ്പൂൺ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് പിയേഴ്സിന്റെ മണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. ഇനി ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ സോപ്പ് മൗൾഡ് ഞാൻ മീഷോന്ന് മേടിച്ചതാട്ടോ. 154 രൂപയാണ്. അപ്പൊ ഇനി നമുക്ക് മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഉച്ചയ്ക്കാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത്. അന്ന് രാത്രി ഫുള്ള് ഞാനിത് സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെയാണ് എടുത്തു നോക്കിയത്. അപ്പൊ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയാ. ഒരു കെമിക്കലും ചേർത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ഈ ഹണി സോപ്പ് സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് കളറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ആ ഹണിയുടെ കളറാണ് ആ സോപ്പിന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ സോപ്പ് ആവശ്യമായിട്ടുള്ളവർ കോൾ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൾ അമർത്താനായിട്ട് മറക്കരുത് കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.